ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മനുഷ്യനെ മൃഗസമാനമാക്കാവുന്ന ഒരു കാര്യമാണ് ഭോഗാസക്തി. ഭോഗാസക്തിക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നാം മൃഗങ്ങളെപ്പോലെ പെരുമാറിയെന്ന് വരും, മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിലേക്കും നാം പോയെന്ന് വരും. ഒരു മനുഷ്യൻ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഈ സ്വയം ഭോഗം ഒരേ ദിവസം തന്നെ പല പ്രാവശ്യം ചെയ്താലും എൻ്റെ കൊതി അങ്ങ് തീരുന്നില്ല. വീണ്ടും വീണ്ടും ഞാനത് ചെയ്തു പോകുന്ന അതിൻ്റെ അടിമത്തത്തിലാണ് കഴിയുന്നത് എന്ന്. ഇങ്ങനെ ഭോഗാസക്തിയുടെ അടിമത്തത്തിലേക്ക് പോയ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം കണ്ടുപിടിച്ച് പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ദമ്പതിമാരെ നിങ്ങളിത് പഠിക്കുന്നത് നല്ലതാണ്, ആനയെ കണ്ടു പഠിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ആനയുടെ ഒരു പ്രത്യേകത 3 വർഷം കൂടുമ്പോഴാണ് ഒരു കൊമ്പനാന പിടിയാനയെ കൂട്ടി ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് പോവുക. എന്നിട്ട് അങ്ങേയറ്റം പോയാൽ 5 ദിവസം ഇണ ചേരും. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ വെള്ളത്തിലിറങ്ങി ശുദ്ധി ചെയ്തിട്ടാണ് ആനക്കൂട്ടത്തിലേക്ക് തിരികെ പോവുക. അദ്ദേഹം പറയാണ്, നിങ്ങൾ ദമ്പതിമാരെ ഈ ആനയെ കണ്ടു പഠിക്കണമെന്ന്. 3 വർഷം കൂടുമ്പോൾ 5 ദിവസം. അതുപോലെ തന്നെ രഹസ്യ സങ്കേതത്തിലേക്ക് മാറി ഇനി ഇത് കഴിഞ്ഞു വരുമ്പോൾ തങ്ങളെ തന്നെ ദേഹശുദ്ധി വരുത്തുന്ന ആ ഒരു പ്രക്രിയ, ആത്മസംയമനം പാലിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമൊക്കെ ഇതിലൂടെ ദമ്പതിമാരെ ഈ വിശുദ്ധൻ ക്ഷണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭോഗാസക്തിയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ഭോഗാസക്തി എന്ന് പറയുന്നത് ഒരു കട്ടിയേറിയ ക്ലാവാണ്. എസെക്കിയേൽ 24-ാം അധ്യായം 13-ാമത്തെ വചനം വായിക്കുമ്പോഴാണ് ഇക്കാര്യം നമുക്ക് കാണാൻ പറ്റുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഭോഗാസക്തി, അതിൻ്റെ കറ ഞാൻ അഗ്നിയുടെ മുകളിൽ ഉരുക്കാൻ നോക്കിയിട്ടും ഉരുകുന്നില്ല. അപ്പൊ എത്രമാത്രം കട്ടിയാണ് ഈ ഒരു കറയ്ക്ക് വരുന്നത് നമുക്കറിയാം. ക്ലാവ്, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ, അതിന് ക്ലാവ് പിടിച്ചാൽ പോലും അതിൽ വീഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ ആ വീഞ്ഞിന് അരുചി ഉണ്ടാവും. പറയുന്നുണ്ട്, ഭോഗാസക്തിയാകുന്ന ക്ലാവ് നമ്മുടെ ജീവിതത്തിന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം നശിക്കും. പല രീതിയിലുള്ള രുചി നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലുമൊക്കെ പ്രകടമാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാനും കാര്യങ്ങൾ എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലൂടെ കടന്നുപോയാൽ, എസെക്കിയേൽ 22-ാം അധ്യായം തലക്കെട്ട് തന്നെ ജെറൂസലേമിന്റെ അകൃത്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽപ്പെടുന്ന ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ജെറൂസലേമിന്റെ അകൃത്യങ്ങൾ. 1, അപവാദം. അവര് അപവാദം പറഞ്ഞു പരത്തിയവരാണ്. 2-ാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 9 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭോഗാസക്തി. അതിനോട് ചേർന്ന് പോകുന്നതാണ് മ്ലേച്ഛത. വീണ്ടും കോഴവാങ്ങൽ, കൊള്ളലാഭം, കള്ളപ്രവചനം, ദരിദ്രരെ ഞെരുക്കുന്നത്, ഇതെല്ലാം ജെറൂസലേമിന്റെ പാപമായിട്ട് വിവരിച്ചു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 31-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവയ്ക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ വരുത്തി. പറയുന്നുണ്ട്, ഈ ഭോഗാസക്തിക്ക് നമ്മൾ അടിമകളായി മാറുമ്പോൾ അതിനുള്ള ശിക്ഷ പുറകെ വരുന്നുണ്ട് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 23-16-ാമത്തെ വചനം നമുക്ക് പരിചയമുള്ളതല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭോഗാസക്തിക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം ചാരമായി മാറും. അത് ആളുന്ന തീ പോലെയാ. അതുകൊണ്ട് തന്നെ ജീവിതം കംപ്ലീറ്റ് നശിക്കുന്നിടം വരെ അത് വെറുതെ ഇരിക്കില്ല എന്നാണ് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കാ 21-ാം അധ്യായം അതിന്റെ 34-35 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാവുന്ന, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയത നശിപ്പിക്കാവുന്ന, നമ്മെ കെണിയിൽപ്പെടുത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഈ 3 കാര്യങ്ങളിൽ നാം കുടുങ്ങിപ്പോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 2-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഭോഗാസക്തി നമ്മെ മൃഗസമാനമാക്കും. മൃഗങ്ങളും നമ്മൾ തമ്മിൽ വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. ഭോഗാസക്തി നമ്മെ അടിമയാക്കി കഴിഞ്ഞാൽ 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിപ്പെടുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാൽ, അങ്ങനെ ഉള്ള അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടാൽ അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും, നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും, അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. ആധ്യാത്മിക ജീവിതത്തിൽ ഏതാണ്ട് ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം. കാരണം അവരുടെ ഭോഗാസക്തി എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 പത്രോസ് 2:12 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മൃഗതുല്യം അവർ പെരുമാറുന്ന അവസ്ഥയുണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഈ ഓരോ തോന്നലനുസരിച്ച് ജീവിക്കുന്ന, മൃഗസമാനം ജീവിക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറാം. 2-ാം അധ്യായം 14-ാമത്തെ വചനം കൂടി എടുത്താലോ, കാമാസക്തി പൂണ്ട് വ്യഭിചാരാസക്തിയിൽ നിന്ന് ഒരിക്കലും വിരമിക്കാത്ത കണ്ണുകളാണ് അവരുടെ കണ്ണുകൾ. ഇതെല്ലാം
ഭോഗാസക്തിക്ക് അടിമയായാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അവസാനത്തെ കാര്യം, ഭോഗാസക്തി ചിലപ്പോൾ നമ്മെ മൃഗങ്ങളെക്കാൾ മോശമാക്കും. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തത്. വേറെയാലും മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. മാലാഖമാർക്ക് തൊട്ട് താഴെയാണ് അവരുടെ സ്ഥാനം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൃഗങ്ങളുടെ സ്ഥാനം അവിടെ കിടക്കുന്നു. പക്ഷേ മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന, ചെയ്യാത്ത കാര്യങ്ങൾ ഈ മാലാഖമാരുടെ തൊട്ട് താഴെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദൈവമക്കൾ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം എന്താ? ഭോഗാസക്തി അവരെ അടിമയാക്കിയിരിക്കുന്നത് കൊണ്ട്. നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ആനകളുടെ പ്രത്യേകത. അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു ലെസൺ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ? മൃഗങ്ങൾ പോലും ലൈംഗിക സുഖത്തിന് ഗണം വിട്ടു പോകാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് ദൈവമക്കൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് വന്നു അവസാനം മൃഗഭോഗം പോലും. മാലാഖമാർക്ക് തൊട്ട് താഴെയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ലൈംഗിക സുഖത്തിന് പട്ടിയാണേലും കുഴപ്പമില്ല, പൂച്ചയാണേലും കുഴപ്പമില്ല, കോഴിയാണേലും കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി. അതുപോലെ മൃഗങ്ങളെക്കാൾ ഈ താഴ്ന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാമെന്ന് ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നിയമാവർത്തനം 27 21 വചനം, മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവൻ. ലേവ്യർ 19 വചനം എടുത്താൽ മൃഗവുമായി ഇണചേരരുത്. വീണ്ടും വചനം പറയുന്നുണ്ട്, മൃഗവുമായി ഇണചേരുന്നവനെ കൊല്ലണം, ആ മൃഗത്തെ പോലും കൊന്നു കളയണം. അപ്പൊ ഈ പാപം, ഈ മ്ലേച്ഛത എത്ര ഗൗരവമുള്ളതാണ് എന്നാണ് സൂചിപ്പിക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള അടിമത്തങ്ങൾ വിട്ടിട്ട് ദൈവമക്കളായിട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യം, ഒരു പരിശ്രമം വരുമ്പോൾ നമ്മുടെ വിളിയുടെ മാഹാത്മ്യം അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ഒരാഗ്രഹവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. മ്ലേച്ഛ പ്രവൃത്തികളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.